എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം 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 വെൽക്കം. അപ്പൊ നമുക്ക് കുറച്ച് ഡിസ്കസ് ഈ പാട്ട് വേറെ ലെവലാണല്ലേന്നോ, വേറെ ലെവലോ. ഈ പാട്ടൊക്കെ എത്ര കേട്ടാലും മടുക്കൂല. അതെ 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 അതെ. എടാ ഒന്നുമില്ല. മെസ്സി ഡ്രിബ്ലിംഗ്. ഡ്രിബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താന്നുള്ള ബേസിക് ബോധമൊക്കെ ഉണ്ട്. ഫുട്ബോൾ കാണത്തില്ലേ കേട്ടോ മുണ്ടച്ചി. എടാ അപ്പൊ ഈ തട്ടിട്ടത് പെനാൽറ്റി ആണോ? അല്ലല്ലോ, ആണോ? ഇത് ഓക്കെ 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 ഓക്കെ. ഇത്രയൊക്കെ നിങ്ങളൊക്കെ എത്രയൊക്കെ ഇപ്പൊ റൊണാൾഡോ ഫാനാന്ന് പറഞ്ഞാൽ ഇത്ര അടിപൊളിയായിട്ട് കളിക്കുന്നവരെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്നത്? എനിക്ക് ധോണിയെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഞാൻ സച്ചിനെ ഒരിക്കലും തെറി പറയൂല. സീരിയസ് ആയിട്ട് ഞാൻ പറയാ. നിങ്ങൾ ഫാൻ ഫൈറ്റ് ആക്കല്ലേ, ഇവരൊക്കെ ലെജൻസ് അല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് നമ്മൾ രണ്ട് പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ രണ്ടുപേരുടെയും കഴിവല്ലേ അത്. രണ്ടുപേരെ ആ കമ്പാരിസന് വരുന്നത് തന്നെ പറഞ്ഞ ലെജൻസ് ആയോണ്ടല്ലേ. എന്റെ അമ്മോ അല്ലേ. അണ്ണാ ഞാൻ എന്തായാലും ഒരു പണി ഇല്ലാതെ വീട്ടിൽ ചൊറിയും കുത്തി ഇരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ കാരണം ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റാൻഡമായി റീൽസ് കാണാൻ കഴിവുള്ള ആൾക്കാരെ റീലും ഐഡിയും ഇവിടെ കൊണ്ടുവന്നിടാനാണ്. അങ്ങനെ ഒരാളെ കിട്ടി, സനൽ സാവിത്രി. ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്ത് അത് ഞാൻ ഇതില് എഫക്റ്റ് എല്ലാം ഇട്ട് എങ്ങനെ ഇരിക്കും? സനൽ _ സാവിത്രി ഡു സപ്പോർട്ട് ഹിം ഗൈസ്. കിടിലമായിട്ട് പാടുന്നു അല്ലേ, അടിപൊളിയായിട്ട് പാടുന്നു. MRX ഒറിജിൻ ഹീറോസ് ഓഫ് ദ ഫോളൻ സിറ്റി വാച്ച് ഫുൾ വീഡിയോ 13 മിനിറ്റേ ഉള്ളൂ. മിസ്റ്റർ എക്സ് പ്രൊഡക്ഷൻ എക്സലാൻഡ് സിറ്റി. ഇതെന്താ സംഭവം? വീഡിയോ സൂപ്പർ. പഞ്ചവർണ്ണ കുണ്ട വെളുപ്പിക്കല്ലേ. മിസ്റ്റർ എക്സിന് സിനിമാറ്റിക്സ്. ഇത് കൊറേ പാർട്സ് ഉള്ള വീഡിയോ ആണ്. ടെക്സാസോ? ഇത് ആര്? ഇത് എന്റെ ശവം. എനിക്ക് ശവമായിട്ട് റോളുണ്ട് ഇതില്.
loss on both sides. Fighting an enemy we cannot defeat. എന്തൊക്കെ ചരാണ്. വള്ളിയായണ്ണ വള്ളിയായോ? ഇല്ലില്ല. ആ അതാ ഇവിടെ ഇപ്പൊ ആരാ പറഞ്ഞ ആയില്ലെന്ന്? ഷൗട്ടെക്സ് ടിവിയിൽ ഒരുത്തിന് ഇവിടെ ഇരിക്കുക. ബാക്കി കമന്റിൽ ഒരു 50 പേർക്ക് വള്ളിയായി. നിങ്ങളൊരു കാര്യം അവര് സിറ്റിയിലെ കളിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ എക്സ്ലാൻഡിസില് സെർവറില് ഇതെടുത്തിട്ട് വള്ളി ഒന്ന് ഡീൽ ചെയ്യണേ പ്ലീസ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം പ്ലീസ്. കുറച്ച് നേരത്തേക്ക് ഒന്ന് ഡീൽ ചെയ്യണേ. വാട്സപ്പ് നോക്കണേ, ഗ്രൂപ്പ് നോക്കണേ. ഗ്രൂപ്പ് നോക്കണോ? അപ്പൊ ചന്ദ്രൻ ആരുടെ കക്കൂസിലിരിക്കുന്നു. നോക്കാം മാസമായിട്ട് വള്ളി നോക്കട്ടെ. ആ സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് കയറാൻ കേസ്. ചില്ല വിന്നേഴ്സ് ഓഫ് മാർക്കോ ടീസർ റിയാക്ഷൻ കോണ്ടസ്റ്റ്. റിയാക്ഷന് കോണ്ടസ്റ്റ് ഒക്കെ ആയി തുടങ്ങിയപ്പോ ഇതെന്തൊരു ജീവിതത്തിൽ നമ്മളെ ഏറ്റവും റീക്രിയേഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. റീക്രിയേഷൻ ആണ്, റിയാക്ഷൻ അല്ല കേട്ടാ. എന്നിട്ട് കൂടെ ഇരുന്നവന്മാരും അങ്ങനെ തന്നെ വായിച്ചല്ലേ? എന്നിട്ട് നീ അവിടെ നിന്ന് ആലോചിക്കാൻ തുടങ്ങിയല്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ഏതാ ഒറിജിനല് നമ്മുടെ കൺമുന്നിൽ വേദനിച്ചില്ലാതെ ആവുന്നതാണ്. എടാ ഈ മേളത്തേന്ന് പറഞ്ഞു നമ്മൾ ഓൾറെഡി. അടുത്ത ഫ്രെയിമിലാണ് എനിക്ക് മനസ്സിലായത് താഴത്തെയാണ് ഒറിജിനൽ. വേദനിച്ചില്ലാതെ ആവുന്നതാണ്. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവറി വേർഡ് കൗണ്ട്സ്. നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? നിങ്ങൾക്കില്ലാത്ത ശത്രുക്കളുണ്ടോ? സാറിന് ഓർപ്പുണ്ടോ? അവരെന്റെ ശത്രുക്കളാണ്. The risk is on us. അവൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഷാമിൽ റഹ്മാൻ റീക്രിയേഷൻ. എന്റെ അമ്മ അടി എന്ത് അടിപൊളി ചെയ്തല്ലേ. കിടിലം ബ്രോ കിടിലം, ഒരു രക്ഷയില്ല. മുടി പൊങ്ങിയാ നോക്ക്, കയ്യിലുള്ള മുടി പറയ പൊങ്ങി. എടാ എന്താ സിറ്റുവേഷൻ ആകുമ്പോ വിളിക്കണേടാ. ഞാനിവിടെ തന്നെ. സംസാരമായോ? ആരുടെയാണ് ഇതിനകത്ത് സിറ്റുവേഷൻ? ലോലൻ. എടാ ഇവനെയും കൊണ്ട് ഈ ലോലനെ ഞാൻ ഉണ്ടല്ലോ, ഇവൻ ഭൂലോക വള്ളിയാണ് ഇവൻ ഈ ലോലൻ. നിനക്ക് പറ്റുന്ന വിദ്യാലയത്തിൽ പോയി പഠിച്ചിട്ടാ കുറയ്ക്കാൻ. അവിടെ എത്ര പേര് അനുസരണ ഇത് ഇതൊക്കെ ഇത് എത്ര പറയാം. ഇത് ടേപ്പറേറ്റ് വരാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കരയണ വട കരയുണ്ട്. മാസാണോ ഇത്? നീ ഇരുന്ന് വിൽക്കണം എന്തിനാണ്? വിൽക്കാതെ പറ, വിൽക്കാതെ പറ. ഇതൊക്കെ വിൽക്കണിരുന്നിട്ട് പയ്യൻ. പറയല്ലേ പയ്യൻ പേടിച്ച്. കുറച്ചുകൂടെ കടിപ്പിച്ചാൽ കറിയുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഹാപ്പിയല്ലോ. നീ ഇരുന്ന് വിൽക്കല്ലേ പ്ലീസ്.
ഇത് വിക്കല്ലേ പ്ലീസ്, ഇത് വിക്കല്ലേ ബ്രോ. കുറച്ച് ടെംഗ്ലർ വാങ്ങിക്കാൻ പൈസ വേണം. 10 രൂപ 10 രൂപ ടെംഗ്ലർ മേടിക്കാൻ പൈസ ആയാരാ പൈസ ഇങ്ങനെ പിടിക്കും. ഓടെ കഴിഞ്ഞ് പൈസ മേടിക്കണ്ടേ? പൈസ ഉണ്ട് ഇവര് വയൽ വെച്ച് കുടി വയൽ വെച്ച് കുടിച്ചോ ഞാനെന്ത് ചെയ്യണം? കുടിച്ചോ ഞാനെന്ത് ചെയ്യണം? എനിക്ക് പൈസ വേണ്ട ബ്രോ, എനിക്ക് പൈസ വേണ്ട. എനിക്ക് ഞാൻ ഷുഗർ കട്ടാ എനിക്ക് പൈസ വേണ്ട. ഓ ഞാൻ കസറിട്ടിരിക്കല്ലോ ബ്രോ, കസറിട്ടിരിക്കണതാ. അവന്റെ ഇവിടെ മീറ്റപ്പിന് വന്നപ്പോ ഉണ്ടല്ലോ ഇവന്റെ വായിക്കകത്ത് ആരോ അച്ചടിച്ച് കയറ്റിയേക്കുമായിരുന്നു. ഒരു വാക്ക് ഇവൻ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇവൻ ആകെ എന്നോട് സംസാരിച്ചത് എന്താണെന്നറിയോ? വാസവണ്ണ മുട്ട പുഴുങ്ങിയത് എവിടെ നിന്ന് എടുത്തേന്ന്. ഞാൻ എന്റെ പ്ലേറ്റിൽ മാത്രം ഒരു മുട്ട പുഴുങ്ങിയതിരിക്കണത് കണ്ട്. അതാണ് എന്റെ അടുത്ത് എന്റെ മീറ്റപ്പിൽ ഇവനോട് ചോദിച്ചു കാര്യം മനസ്സിലായി. ആദ്യത്തെ മീറ്റപ്പില് ഇവ സംസാരിക്കില്ല, ഇവ വാ തുറക്കൂല. ഇവ എങ്ങനെ സംസാരിക്കണേ? എനിക്ക് പൈസ ഇഷ്ടം, നീ പൈസ കൊണ്ടുപോവാ, നീ കൊണ്ടുപോവാ, എനിക്ക് ഇഷ്ടം കൊണ്ടുപോവാ, പൈസ കൊണ്ടുപോവാ, പൈസ കൊണ്ടുവരണേ, പൈസ കൊണ്ടുപോവാ അതല്ലേ വേണം. പറയല്ലേ പറയാന്നറിയാൻ നീ ഇവിടുന്ന് പൈസ വേണം താ. നോക്കട്ടെ, ട്രിഗർ ആവട്ടെ, കുറച്ച് മൂർധാവിലെത്തട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ചെല്ലാം. അണ്ണാ ഇത് കേട്ടോണ്ടാണ് ഹരിവരാസനം ശബരിമലയിൽ നിന്നോ? ഇത് കേട്ടിട്ടുണ്ടോന്നാണോ? ഇത് കേട്ടിട്ടുണ്ടോ ഹരിവരാസനം ശബരിമലയിൽ നിന്നോ? അവിടെ ഞാൻ കേട്ടിട്ടില്ലടാ. ഞാൻ ശബരിമല പോയിട്ടൊരു 10 വർഷമായിട്ടുണ്ടാവും. 10 വർഷമായിട്ടുണ്ടാവും. 10 വർഷമായിട്ടുണ്ടാവും. എന്റെ വീട്ടിൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് പോയത് എനിക്ക് 18 വയസ്സെന്തോ ഉള്ളപ്പോഴാ. അതെ ആണ്. പോയിട്ടില്ല. ഓക്കെ. അണ്ണ വന്നിട്ടില്ലല്ലേ എന്റെ അടുത്ത് ആരും അങ്ങനെ ചോദിക്കരുത്. എടാ ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ അമ്പലത്തിലൊന്നും പോകാറില്ല. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു എന്റെ കാര്യം പറഞ്ഞിട്ടുള്ള ഞാൻ ദൈവവിശ്വാസിയാണ്. പക്ഷെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമുണ്ട്. അമ്പലം കണ്ടാലും പള്ളി കണ്ടാലും ഈശ്വര ഭഗവാനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. ഞാൻ വലുതായിട്ട് അങ്ങനെ അമ്പലത്തിലൊന്നും പോകത്തില്ല, മനസ്സിലായി. ഞാൻ അമ്പലത്തിലും പള്ളി അങ്ങനെ അങ്ങ് പോകത്തില്ല. ഏജ് റിവീൽഡ്. എനിക്ക് 28 വയസ്സുള്ള കാര്യം നിങ്ങളുടെ ഇത് പറയാത്തൊരു രഹസ്യം. ഞാനാര് എന്റെ വയസ്സ് പറഞ്ഞ എന്റെ തല വെട്ടി പോകൂ. എനിക്ക് 28 വയസ്സുണ്ട്. പിന്നെ പ്രായമല്ലേ, അച്ഛനൊക്കെ ആയില്ലേ ഒരു. പിന്നെ അല്ലാതെ വാസ്തുവെങ്കിൽ പിന്നെ 30 ആണല്ലോ. 30 ആയാലും ഇനി 2 വർഷമുണ്ട്. വേറെ മെസ്സി ടു റിഗ്ഡ് വേൾഡ് വാട്ട് എ ജേർണി. ഇത് ഏത് ടീം? പാകിസ്ഥാനാണോ? പച്ചക്കളർ വേണോ? സൗദി അറേബ്യയാണത്. ഓ ഓക്കെ, എനിക്ക് അറിഞ്ഞൂടെ, അതുകൊണ്ട് ചോദിച്ചതാ. മെസ്സി വേറെ അറിയോ? എന്നിട്ട് പുള്ളി വന്ന് അടിച്ചൊതുക്കിയോ? ഇത് 2022 അല്ലേ? അമ്പോ, ഞാൻ ഫുട്ബോൾ കാണത്തില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അനന്തകൃഷ്ണൻ ബ്രോ, താങ്ക് യു സോ മച്ച്. 1 മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ, താങ്ക് യു സോ മച്ച്. മീൻസ് ലോട്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ, ഞാൻ ഇത് കാണത്തില്ല. അതുകൊണ്ട് പിന്നെ അറിയാത്ത കാര്യം ഞാൻ അറിയുന്ന പോലെ നടിച്ചിട്ട് കാര്യമില്ലല്ലോ, മനസ്സിലായോ? കാരണം എന്റെ ഫ്രണ്ട് ചെയ്ത വർക്കാണ്. ഈസ് എഡിറ്റർ ഡയറക്ടർ ഓഫ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം.
പാട്ട് അവൻ നമുക്ക് ക്ഷണങ്ങളാ ചാറ്റില് മെസ്സി വേഴ്സസ് റൊണാൾഡോ ആയി. വീട് ഗൈസ് എന്താണ് എല്ലാരും നല്ലവണ്ണം കളിക്കും മനസ്സിലായ സപ്പോർട്ട് നിന്നെയൊക്കെ ഉണ്ടല്ലോ ആടി ഇനി ഒരു ഫുട്ബോൾ വീഡിയോ അവിടെ പ്ലേ ചെയ്യത്തില്ല നോക്കിക്കോ. ഒരു വീഡിയോ അവന്റെയൊക്കെ ഇവനൊക്കെ എന്തിനു ഇവിടെ ഇരുന്ന് കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോ അയാൾ എവിടുന്നെങ്കിലും കയറി അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? മൈൻക്രാഫ്റ്റിലൊക്കെ ഇത്ര ഉണ്ടാക്കണമെങ്കിൽ എന്ത് പാടായിരിക്കുമല്ലേ. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. ആർക്കടാ പ്രശ്ന? കിളി പോവും. அந்த ആൾക്ക് കാറ് കയ്യിലാ കെട്ടിയാ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. നൈസറാ, അടിപൊളി. മൈൻക്രാഫ്റ്റിലൊക്കെ ഇത്രയും ചെയ്യാന്ന് പറഞ്ഞാൽ പാടാ. 2025 2012 സ്പീഡ് ഇത്രയും വണ്ണം വെച്ചൂടാ. അളിയ ജിം ഇപ്പൊ ഫുൾ ജിമ്മാണ് കളിയാ അവൻ. ആണോ ബൾക്ക് ചെയ്ത് പോടോ ഇത്ര പെട്ടെന്നോ? ആളിയാ ഫുൾ ജിമ്മ് ഡെയിലി 2 ടൈം ബൾക്കിംഗ് ആണോ ഉപയോഗിച്ചത്? പക്ഷെ പുള്ളി എനിക്ക് ആ ഒരു ഫിസിക്കാരൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബൾക്കിംഗ് ആണല്ലേ? കുറച്ച് ലീനായിട്ടല്ലേ, അതല്ലേ ഇഷ്ടം. എനിക്ക് അതന്നെ ഇഷ്ടം. കുറെ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ്. എന്നാ താങ്ക് യു സോ മച്ച്. I am pretty sure you don't know this, but you are one of the biggest reason I am still here today. When you played Farmers Valley on Discord, I got curious and I joined your server. I started playing in a free voice chat, and that's where I found some of the most amazing people in my life. They are not just friends; they are my family now. There was really a dark time when no one stood by me, not by family, not by friends. The only people who stayed by my side were them. The people I met in the voice chat, they never judged me, they never treated me badly, they accepted me like their own brother. Even though we never met in real life, because of you, I found them. Because of them, I found hope. Because of you and them, I still here, still standing. I can thank you enough from my bottom of the heart. Thank you for the unknowingly changing my life. You gave me a chance when I had none. Thank you, brother. That's why we build a community, brother. Thank you so much, bro. Means a lot. ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാം സെറ്റാവും. ഞാൻ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബാഡ് അടിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ കുറേ VC-കളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ കുറേ ഈ നിങ്ങൾക്ക് ജനറലിൽ വന്നിരിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഓരോ ഗെയിംസ് കളിക്കാൻ, MNS, Valorant, ലയസ് ബാർ എല്ലാം കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ VCs ഉണ്ട്. ഇവിടെ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങൾ വരുമ്പോൾ സൗണ്ടൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ വന്നിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വരും. മനസ്സിലായോ? അപ്പോൾ വെറുതെ ഒക്കെ ഇരിക്കണം, ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഷോ അടിക്കുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കുക. മനസ്സിലായോ? ഓക്കെ. ജസ്റ്റ് ഒരു അവർ ഫസ്റ്റ് ഓണം ഇൻ സ്കൂൾ. ഓണമായിട്ട് സദ്യ മാത്രമേ KL 55 G03333 നാളെ MVDയുടെ ഓഫീസിൽ.
ഫൈനിപ്പളെ പോയി കാണും ഓൺലൈൻ. അണ്ണാ ലിങ്കോ? ഡിസ്കോഡ് ലിങ്ക് വെറുതെ ഗൂഗിളില് ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ് എന്ന് അടിച്ചാൽ വരും. ഞാൻ കാണിച്ചു തരാം. ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ്. അങ്ങനെ അടിച്ചാൽ വരും. എനിക്ക് കാണിക്കുന്നില്ല. പറയും വരും. എക്സ്പേർഡ് ലിങ്ക് കിട്ടുന്നതാണ്. ആണോ? അയ്യോ അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. നോക്കാം. ബ്രോ യു കോൾ ദിസ് കാർട്ടൂൺ. ഇത് ഏതാ ആനിമി? അത് വന്നതാ ശശി മേസ്തിരി. തിരിഞ്ഞൊരുത്തൻ ആരോ ഒരുത്ത ഓടിപ്പോണത് കണ്ടിട്ട് എനിക്കങ്ങനെ അറിയാൻ പറ്റും. ഞാൻ ഈ ആനിമി ഒന്നും കാണാറൊന്നുമില്ല. പാട്ട് വരാൻ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യണം. നമ്മൾ കുറെ ഉണ്ട്. ഫീലിങ്സ് ഒക്കെ മാർക്ക് നൈസറാ. അടിപൊളി. അണ്ണാ ഞാൻ വരച്ചത് ഒരു 3D എഫക്റ്റ് ആർട്ട് വർക്ക് ആണ്. എങ്ങനെയുണ്ടെന്ന് പറയാമോ? 3D എഫക്റ്റ് ലിപ്സ് കണ്ടോ കളിയാ? കിടിലം അടിപൊളി. അണ്ണന്റെ സംസാരവും അണ്ണന്റെ ശബ്ദവും. അണ്ണന്റെ സംസാരം അണ്ണാണിന്റെ ശബ്ദം. ഇറ്റ്സ് അബൌട്ട് ആനിമി. ആനിമി കാണാൻ പറ്റുന്നില്ല, ആനിമി കാണാനായിട്ടുള്ള ഫീൽ ഇതുവരെ കിട്ടുന്നില്ല എന്നൊക്കെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അണ്ണൻ ഈ മൂവി ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്ക്. ജസ്റ്റ് 2 hour ഉള്ളൂ. എൻ്റെയൊക്കെ ഫസ്റ്റ് ആനിമി ഇത് തന്നെയായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവരും എന്തുകൊണ്ടാണ് ആനിമി ഇത്ര ഇഷ്ടപ്പെടുന്നതെന്ന്. എന്നോട് ഏതെങ്കിലും ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ചിത്രം അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന ചിത്രം ഇത് തന്നെയായിരിക്കും. മക്കാട്ടോ ഷിൻഗൈ എന്ന സംവിധായകൻ, അതിലും ഉപരി പറഞ്ഞാൽ ആ ഒരു മെജീഷ്യൻ ക്രിയേറ്റ് ചെയ്ത ഒരു ജാപ്പനീസ് ആനിമേറ്റഡ് റൊമാൻറ്റിക്കൽ ഫാന്റസി ഡ്രാമ ചിത്രമാണ് കിമി നോ നാവ. ഇതിന്റെ ഇംഗ്ലീഷ് ടൈറ്റിലാണ് യുവർ നെയിം. ഞാൻ ആനിമി എന്ന ഒരു സെക്ടറിലേക്ക് തിരിയാനും പിന്നീട് ആനിമി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ശ്രമിക്കുന്നതിന്റെ പ്രധാന ഘടകമായി നിന്നിരുന്നത് ഈ ഒരു ചിത്രം തന്നെയായിരുന്നു. ഒരുപക്ഷെ റീസെന്റ് ടൈംസിൽ ആനിമികളുടെ ഒക്കെ ഫാനായി മാറിയ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. സോ അവരെല്ലാം തന്നെ ആദ്യം കണ്ട ആനിമി ചിത്രം ഇത് തന്നെയായിരിക്കും. യുവർ നെയിം കണ്ടാലോ? ആണികളെ ആനിമേ എന്ന് പറഞ്ഞാൽ അതൊരു ഫീലാണ്. കണ്ടാലേ മനസ്സിലാവും. അവാവ കാണുമോ ഇത്? പിന്നെ ഞാൻ എല്ലാതും ആനിമയും കാണും. കൂടാതെ യുവർ നെയിം കണ്ടാണോ ബ്രാവോ? പക്ഷെ ഇത് മാത്രം ഞാൻ കണ്ടിട്ടില്ല. ബ്രാവോ കാണുന്ന ആനിമി മായക്കണ്ണനൊക്കെയാണ് കേട്ടോ. മായക്കണ്ണൻ ഇതൊക്കെയാണ് കാണുന്നത് സത്യമായിട്ട്. അത് ആനിമി എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആളെപ്പോഴും. ചെറുക്കൻ്റെ കൂടെ ആനിമിയാണ് അത്. ഇത് രസമാണ്. ഇത് മൂവീസ് അല്ലേ, ഞാൻ മൂവീസ് അല്ല കാണുന്നത്. ഞാൻ കാണുന്ന എന്താ മറ്റേ സീരീസ് ആണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിന്നിരുന്നെന്ന് പറഞ്ഞാൽ വൺ പീസ് ആണ്. പക്ഷെ വൺ പീസ് എന്ന് പറഞ്ഞ സാധനം ഇഴച്ചില്ല. അത് ഭയങ്കര ഇഴച്ചില്ല. കാരണം ഞാൻ കോളേജ് 3rd year പഠിക്കുന്ന സമയത്താണ് ഞാൻ വൺ പീസ് കണ്ടു തുടങ്ങുന്നത്. 1997 ഇതൊക്കെ ഉണ്ടോ? അപ്പോ 1997 ഇപ്പൊ തുടങ്ങിയ സാധനം അത്. ഓ
അല്ലല്ല ഇപ്പോഴും അത് ഓരോ Continue പൊക്കോണ്ടിരിക്കുവാണോ അതിന്റെ? അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇന്നലെ കൂടെ കണ്ടേ ഉള്ളൂ ലാസ്റ്റ് എപ്പിസോഡ് വൺ പീസിന്റെ. അത് പക്ഷെ ഭയങ്കര ലാഗാ. അത് ഒരിക്കലും ഞാൻ ഒരു സ്റ്റാർട്ടറിന് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അതിനെക്കാട്ടിലും ഫീൽ ഗുഡ് സാധനങ്ങൾ വേറെ ഉണ്ട്. ഞാൻ നോക്കട്ടെ കറക്റ്റ് ഒന്നും പറഞ്ഞുതരാം. നിനക്ക് ഈ ബ്ലാക്ക് ക്ലോവർ ഒക്കെ ഒന്ന് കണ്ടുപോകും. നമുക്ക് ആനിമയെ പറ്റി പിന്നെ സംസാരിക്കാം. ഞാൻ എന്തായാലും ഇത് കാണാം ഗൈസ്. ഇത് ഞാൻ ഉറപ്പായിട്ടും കാണാം. ഇത് ഞാൻ കണ്ടിട്ട് നാളെ ഞാൻ റിവ്യൂ പറയാം. എവിടെയോ കണ്ട പോലെ കട്ടുന്നില്ലേ? എന്നോട് പറയുന്ന ഗുരുവായൂരില്ല പോയ റീൽസ് എടുക്കാൻ. വിളിച്ചു നോക്ക്. പോണ ഇല്ല, ഇത് അവളൊന്നും അല്ല. പോടാ, ഇത് അവളല്ല. അല്ലല്ല ഇത് ആംഗിൾ വ്യത്യാസം. ആംഗിൾ മാറ്റുമ്പം ഓക്കെ. മറ്റു സൈഡ് കറക്റ്റ്. ബാല, നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. നീ സത്യം പറഞ്ഞ സിറ്റിസൺ ആയിട്ടാണ് അടിപൊളി. പക്ഷെ ഇന്ന് ഞങ്ങള് ഇതിനകത്തൊരു ഇത് പറയാം. നിന്റെ നിനക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഗേറ്റിന്റെ അപ്പുറത്തോട്ട് നടന്നു നോക്കും. അല്ലെങ്കിൽ നിനക്ക് എപ്പോ വേണമെങ്കിലും ഈ ഗേറ്റിന് അപ്പുറത്ത് വരാം. അന്നേരം നീ നമ്മുടെ ഫാമിലിയിലോട്ട് നിന്നെ വിളിക്കുകയാണ്. നീ ഓക്കെ ആണോ, നിനക്ക് എപ്പോ പറ്റോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഇപ്പൊ പറയാം, നിനക്ക് ഇപ്പൊ കേറാം. ചോദിക്കണോ? ഇപ്പൊ തന്നെ കേറിയേക്കാൻ വന്നില്ല. ഇത് പ്രൊഫസർ അല്ലേ? ഇത് പ്രൊഫസർ അല്ലായിരുന്നോ? വെൽക്കം ടു ടി വി. നമുക്കങ്ങനെ മറ്റേ ഇതൊന്നുമില്ല. ഒറ്റ തീരുമാനം. ഇഷ്ടപ്പെട്ടു, വിളിക്കുന്നു, കൂടെ പോരുന്നോ? എന്റെ ഒരുമിച്ച് നമ്മളെ വീഡിയോ ലെഫ്റ്റിൽ ഭയങ്കരാണ്. അതല്ല കാണിച്ച് അതിന്റെ ഇടയിൽ കൂടെ വെട്ടി പോയതാണ്ടാ. ഇതിനകത്തോടെ ഒരുത്തൻ ഇപ്പൊ വെട്ടിപ്പോയി. നോക്കിക്കോളെ, ഇപ്പൊ നോക്കിക്കോളെ ഒരുത്തതിനകത്ത്. ഇതിന് നോക്കിക്കോ. ഹെൽമെറ്റിന്റെ ഡിങ്ക് മാറും. ഇവന്മാരെ പറഞ്ഞു മടുത്ത്. എനിക്ക് ഇനി ഇവന്മാരെ ഇരുന്ന് പറയാൻ വയ്യടാ തീട്ടങ്ങളെ. എനിക്ക് ഇവന്മാരെ ഇരുന്ന് ഇനി പറയാൻ വയ്യ സത്യം പറഞ്ഞ. ഇതെന്താ എന്നെ ബേബി എന്ന് വിളിക്കുന്നത്? എനിക്ക് സൂസനെ ഓർമ്മ വരും. അവളാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത്. വിളിച്ചോണ്ടിരുന്നത്. ഓക്കെ ഫൈൻ. വേറെ തന്തൂടെ കിടന്ന് അഴിഞ്ഞാടുന്നുണ്ടാ കണ്ടാ? ചില്ലറ കഴിയാണെന്നൊക്കെയാ അവിടെ. ഡാൻസ് കളിക്കുന്നത് അമ്മ മോനും ഒരേ ഗുണമുള്ള രണ്ടെണ്ണം. ഞാൻ അവിടെ ചെപ്പിയാണ് ഇപ്പഴും ഒരു കാര്യത്തോടെ. അങ്ങനെ പറയണ. യെസ്, ഇറ്റ് സ്റ്റാർട്ട് സ്ലോ ബട്ട് ദ എൻഡിങ് വിൽ ബി എപ്പിക്. അണ്ണാ എന്നെ പോലെ കുറെ പേര് റിക്വസ്റ്റ് ആണ് അറിയാർ ടു ഫിനിഷ് ചെയ്യണം. I don't know, man. This game's just starting really slow. There's nothing much happening.
You're going to cry at the end. Yeah, see, I don't know. സ്പോയിലർ ഉണ്ടോ? സ്പോയിലർ ആണോ? അയ്യോ എന്നാ വേണ്ട, എന്നാ വേണ്ട, എന്നാ വേണ്ട, എന്നാ വേണ്ട. കളിക്കണം, എന്തെങ്കിലും ഒരു ദിവസം കളിക്കണം. അത് കളിക്കണേ വിഷയം കഴിയുമ്പോ RDR സ്ട്രീം ചെയ്യണോടാ. RDR എനിക്ക് സ്ട്രീം ചെയ്തേ പറ്റുള്ളൂ. അണ്ണാ കമ്പൈൻ ചെയ്ത് വരച്ചാണ് എങ്ങനെയുണ്ട്? നമ്മളെ മറ്റേ റെസ്ലിംഗിലൊക്കെ നൈസറാ. നൈസറാ, കിടലും കിടലും കിടലും. കൊള്ളാം 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 കൊള്ളാം. ഗെയിമർ ആണെങ്കിൽ മസ്റ്റായിട്ട് കളിച്ചിരിക്കേണ്ട 5 സ്റ്റോറി ഗെയിംസ്. ഡിട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ. ഇതൊരു ഇന്ററാക്റ്റീവ് ഡ്രാമ അഡ്വഞ്ചർ ഗെയിം. മനുഷ്യരെ പോലെ കഷ്ടപ്പെടുന്ന ആൻഡ്രോയിഡുകളുടെ കഥ പറയുന്ന ഒരു ഗെയിം. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അനുസരിച്ചിരിക്കും ഈ ഗെയിം മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യും. അതായത് മൾട്ടിപ്പിൾ എൻഡിങ്സ് ഉണ്ട് ഈ ഗെയിമിന്. നമ്മൾ ഓരോന്നും പ്രോപ്പർ ആയിട്ട് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ എൻഡിങ് നമുക്ക് കിട്ടും. അൺചാർട്ടഡ് 4 എ തീവ്സ് എൻഡ്. ഇതൊരു ആക്ഷൻ അഡ്വഞ്ചർ ഗെയിം. വൺ ലാസ്റ്റ് റൈഡ് എന്നുള്ള രീതിയിൽ ഈ ഗെയിം ഓരോ സീക്രട്സ് കണ്ടെത്തുന്നതിനൊപ്പം പസിൽസും ട്രാപ്പുകളും ഒക്കെയുള്ള ഗെയിമാണ്. ഗോഡ് ഓഫ് വാർ ഒരു ആക്ഷൻ RPG അഡ്വഞ്ചർ ഗെയിമാണ്. പേരുള്ള പോലെ തന്നെ ഗോഡ് ഓഫ് വാർ ആയിട്ടുള്ള ക്രേറ്റോസ് പുള്ളിന്റെ മകന്റെ കൂടെ നോസിയൻ മിത്തോളജിയിലുള്ള ഗോഡ്സിന്റെ റെൽമിൽ നടത്തുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ ഗെയിമിലുള്ളത്. ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1 ഇതൊരു സോംബി ഹൊറർ ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ്. ഒരു പോസ്റ്റ് എപ്പോക്കലിപ്റ്റിക് ഇറയില് സോംബി ഇൻഫെക്ഷൻ കാരണം തകർന്ന മനുഷ്യരുടെ കഥ പറയുന്ന ഒരു ഗെയിമാണ് ഇത്. ഈ ഒരു ഗെയിം അത്രയും സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ സീരീസ് ലാസ്റ്റ് ഓഫ് അസ് സ്ട്രീംസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? എന്റെ അമ്മ എന്ത് രസമായിരുന്നല്ലേ. എത്ര സ്ട്രീമുകളായിരുന്നു എന്റെ അമ്മോ. TV ഷോ നിങ്ങൾ ചിലപ്പോൾ കണ്ടു. അതിനോടൊരു കാര്യത്തിൽ മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ, കാസ്റ്റിംഗ്. നമ്മൾ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഈ ഗെയിം ഇല്ലാതെ പിന്നെ എന്ത് ടോപ്പ് 5 ലിസ്റ്റ് അല്ലേ? യെസ്, നമ്പർ 1 റെഡ് ഡെഡ് റിഡംപ്ഷൻ 2. ഈ ഗെയിമിൽ നിങ്ങൾ ആർതർ മോർഗനായിട്ടാണ് കളിക്കുന്നത്. പലരും പറയും ഇത് ബോറിംഗ് ആണ്, ഓവർ റേറ്റഡ് ആണ്, ലാഗ് ആണെന്ന്. കുറച്ച് ടൈം എടുത്തു, കുറച്ച് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണ് ആർതർ മോർഗൻ പുള്ളിന്റെ ആ ഒരു വേൾഡ് എന്നുള്ളത്. റോക്ക് സ്റ്റാർ ഇതുവരെ ചെയ്തതിലെ അവരുടെ ദി ബെസ്റ്റ് വർക്കാണ് RDR 2ഉം RDR 1ഉം. RDR 1നെ പലരും മറന്നു പോകാറുണ്ട്, പക്ഷെ അതും കിട്ടുന്നതാണ്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ലിസ്റ്റാണ്. ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള എടാ അപ്പൊ ഞാൻ RDR 1ഉം RDR 2ഉം തമ്മിൽ സ്റ്റോറി കണ്ടിന്യൂഷൻ ഒന്നും ഇല്ലേ? ഉണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് RDR 2 ശരിക്കും പറഞ്ഞാൽ മീൻസ് 2 കഴിഞ്ഞിട്ട് വേണം 1 കളിക്കാൻ. അങ്ങനെ കണ്ടിന്യൂവേഷൻ പോകുന്നത്. ഫസ്റ്റ് 2 ഇറങ്ങിയ ഫസ്റ്റ് 2 ഇറങ്ങി. 2 ആണോ ഫസ്റ്റ് ഇറങ്ങിയത്? ഫസ്റ്റ് 1 ഇറങ്ങി. സ്റ്റോറി ഇല്ലേ, സ്റ്റോറി RDR 1ന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാല് ഈ 2ന്റെ കണ്ടിന്യൂഷൻ ആണ് 1ന്റെ സ്റ്റോറി. ഇത് എന്താ കളിച്ച് തീർത്തവർക്ക് 2 കളിച്ച് തീരുമ്പോ കണ്ടിന്യൂഷൻ മനസ്സിലാവൂലേ? അപ്പൊ മനസ്സിലാവും, പറഞ്ഞാ മതി. പക്ഷെ 2 കളിച്ചിട്ട് 1 കളിക്കുന്നതാണ് നല്ലത്. ഓ ഓക്കെ ഓക്കെ ഓക്കെ.